അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷാ ബേബീനെ ബിഞ്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും കുഞ്ഞ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ദോശയും അതുപോലെ മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മുട്ട റോസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ദോശയും മുട്ട റോസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു, അത് എടുത്തില്ല. കൂടെ കട്ടൻ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം നമുക്കാണെങ്കിൽ ഒരു കൊറിയർ വരാനുണ്ടായിരുന്നു. നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പെട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ വരുന്നിട്ടുള്ള പെട്ടിയാണ് ഗൈസ്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ കോംബോ ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്മോളും അതുപോലെ തന്നെ ഒരു മീഡിയവും ആണ്. അത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാലിദിനെ കുളിപ്പിക്കാൻ വേണ്ടി അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, കുളിപ്പിക്കുന്ന ഇഷ്ടമേ അല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ണനാണെങ്കിൽ അത്താടെ പണിക്കാർക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഗെയ്സ്. അപ്പോഴത്തേനും ഏകദേശം ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്താഴം ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു അത്താ എന്നൊക്കെ. അപ്പോൾ അത്ത പറഞ്ഞ സൂപ്പറായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയാണ്. അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞ് ഉറങ്ങി എണ്ണീറ്റ് ഞാൻ അവനെ മേലൊക്കെ കഴിവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്യൂഷനിൽ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4:30 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോഴും നല്ല മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ടാറ്റാ ബൈ, സീ യു.